ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1993 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. സുരേഷ് ഗോപി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ താര പദവിയിലേക്കുള്ള ചവിട്ടുപടിയായാണ് 1993 കടന്നുപോയത്. നായക വേഷങ്ങൾ കൂടാതെ ഉപനായക വേഷങ്ങളും ക്യാമിയോ റോളിലും ഒരേപോലെ തിളങ്ങിയ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടും ഏറെ നേട്ടം സമ്പാദിച്ച ഒരു വർഷമായിരുന്നു 93. ആകെ 13 ചിത്രങ്ങളിലാണ് 93 സുരേഷ് ഗോപി അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 93 സുരേഷ് ഗോപി അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലെത്തിയ സ്ഥലത്തെ പ്രധാന പയ്യൻസ്. രഞ്ജി പണിക്കർ തിരക്കഥാ സംഭാഷണം ഒരുക്കി ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച ഈ ചിത്രം ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഡ്രാമ ചിത്രമായിരുന്നു. സ്നേഹ മൂവീസ് നിർമ്മിച്ച് ജനുവരി 22 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം തകർപ്പൻ ഡയലോഗുകളുടെയും സംവിധാനത്തിൻ്റെയും മികവിൽ മികച്ച കളക്ഷനിൽ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ചത് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീമിന് പ്രേക്ഷകരിലുള്ള വിശ്വാസം ഏറെ വർദ്ധിപ്പിക്കാൻ കാരണമായി. സുരേഷ് ഗോപി അതിഥിതാരമായി എത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, നരേന്ദ്രപ്രസാദ്, ബൈജു, മണിയൻപിള്ള രാജു, സിദ്ദിഖ്, ഗീത, ബീന ആന്റണി, സുചിത്ര, സുവർണ മാത്യു, ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രാജമണിയായിരുന്നു നിർവഹിച്ചത്. 93 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ധ്രുവം. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം മണി നിർമ്മിച്ച് ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം ജനുവരി 27 തിയേറ്ററുകളിലെത്തിയിരുന്നത്. മമ്മൂട്ടി നരസിംഹ മന്നാടിയാർ എന്ന എവർഗ്രീൻ ഐക്കോണിക് കഥാപാത്രമായി തകർത്തഭിനയിച്ച ഈ ചിത്രം മികച്ച ഇനീഷ്യലും നല്ല കളക്ഷനുമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. SN സ്വാമി തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ കന്നഡ നടൻ പ്രഭാകർ ആയിരുന്നു ഹൈദർ മരക്കാർ എന്ന ശക്തനായ വില്ലന്റെ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. സുരേഷ് ഗോപി സബ് ഇൻസ്പെക്ടർ ജോസ് ദരിമാനായി വേഷമിട്ട ഈ ചിത്രത്തിൽ ഗൗതമിയായിരുന്നു നായിക. ജയറാം, തമിഴ് നടൻ വിക്രം, ഷമ്മി തിലകൻ, ജനാർദ്ദനൻ, TG രവി, വിജയരാഘവൻ, കൊല്ലം തുളസി എന്നിവർ പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ധ്രുവം തമിഴ്, തെലുങ്ക് മാർക്കറ്റുകളിലും ഈ ചിത്രം ഗംഭീര ബിസിനസ്സായിരുന്നു നടത്തിയിരുന്നത്. 93 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു ഫെബ്രുവരി 11 റിലീസ് ചെയ്ത പൊന്നുച്ചാമി. സുരേഷ് ഗോപി തികച്ചും വ്യത്യസ്തമായ ഒരു മേക്ക് ഓവറിൽ തനി ഗ്രാമീണ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം അലി അക്ബർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഒരു ഫാമിലി സെന്റിമെന്റൽ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രത്തിൽ അശോകൻ, ചിത്ര, വിനോദിനി, മൻസൂർ അലിഖാൻ, കൽപ്പന, സൈനുദ്ദീൻ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. AR മുകേഷ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ പൊന്നുച്ചാമി തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങിയ ഒരു ചിത്രമായിരുന്നു പൊന്നുച്ചാമി. സുരേഷ് ഗോപി പൊന്നുച്ചാമിയായി വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ മോഹൻ സിത്താര സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 93 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു സുരേഷ് ഗോപി, ജഗദീഷ്, ഇന്നസെന്റ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്. അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ കോമഡി ഫാമിലി ഡ്രാമ ചിത്രം പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കളക്ഷനിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന് ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായി. ജൂബിലൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. ശരണ്യ, KPSC ലളിത, PC ജോർജ്, ജോണി, സായികുമാർ, സുകുമാരി, സത്താർ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കടേഷ് ആയിരുന്നു. 93 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ 23 തിയേറ്ററുകളിലെത്തിയ പൈതൃകം. സുരേഷ് ഗോപിയും ജയറാമും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ജയരാജ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. നരേന്ദ്രപ്രസാദും വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം ഒരു മികച്ച കുടുംബ ചിത്രമായിരുന്നു. നല്ല ചിത്രമായിരുന്നിട്ടും ബോക്സ് ഓഫീസിൽ അത് അർഹിച്ച വിജയം കൈവരിക്കാതെ പോയ ഒരു ചിത്രമായിരുന്നു പൈതൃകം. ശ്രീ മൂവീസ് ആർട്സ് നിർമ്മിച്ച് കലു ഡെന്നിസ് തിരക്കഥയൊരുക്കിയ പൈതൃകത്തിൽ ഗീതയും പുതുമുഖം പത്മിനിയുമായിരുന്നു നായികമാർ. മണിയൻപിള്ള രാജു, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, നന്ദിത ബോസ്, ബോബി കൊട്ടാരക്കര തുടങ്ങിയവർ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും SP വെങ്കടേഷിൻ്റെ അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 93 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു അതുവരെയുള്ള തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറിയ ഏകലവ്യൻ. ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീമിന്റെ ഈ ചിത്രം സുരേഷ് ഗോപിയുടെ കരിയർ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ച ചിത്രം കൂടിയായിരുന്നു.
ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച് മെയ് 20 കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്ത ഈ ചിത്രമാണ് സുരേഷ് ഗോപിക്ക് സൂപ്പർ താര പദവിയിലേക്കുള്ള ചവിട്ടുപടിയായി മാറിയത്. നരേന്ദ്രപ്രസാദ് സ്വാമി അമൃതാനന്ദജിയായി കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഏകലവ്യനിൽ സിദ്ദിഖ്, വിജയരാഘവൻ, ഗണേഷ് കുമാർ, ദേവൻ, രാജൻ പി ദേവ്, മധു, ഗീത, മാധു, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. റിലീസ് സെന്ററുകളെ കൂടാതെ BC സെന്ററുകളിലും ഐതിഹാസിക വിജയം നേടിയ ഈ ചിത്രത്തിലെ സുരേഷ് ഗോപിയുടെ മാധവൻ എന്ന കഥാപാത്രം താരത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ഇന്നും അറിയപ്പെടുന്നു. രാജാമണിയായിരുന്നു ഏകലവ്യന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 93 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു ജൂൺ 25 തിയേറ്ററുകളിലെത്തിയ സിറ്റി പോലീസ്. നസീബ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം വേണു ബി നായരായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സുരേഷ് ഗോപിയുടെ അക്കാലത്തെ ഇമേജിനെ മുൻനിർത്തി ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം റിലീസ് ദിവസങ്ങളിൽ നല്ല കളക്ഷൻ നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തിരക്കഥയിലെ പോരായ്മ കാരണം സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു സിറ്റി പോലീസ്. ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം കലോൺ ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. കക്കരവി, ഗീത, PC ജോർജ് തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. SP വെങ്കടേഷാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 93 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജൂൺ 25 തിയേറ്ററുകളിലെത്തിയ സമൂഹം. സത്യൻ അന്തിക്കാട് സംവിധാനത്തിലൊരുങ്ങിയ ഈ പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രത്തിൽ സുരേഷ് ഗോപിയായിരുന്നു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. വിനീത്, മനോജ് K. ജയൻ, സുനിത, ശ്രീനിവാസൻ, നെടുമുടി വേണു, രാജൻ പി ദേവ്, ജോൺ അമൃതരാജ്, ശങ്കരാടി, മാമുക്കോയ തുടങ്ങി വമ്പൻ താരതമ്യമായി പുറത്തിറങ്ങിയ ഈ ചിത്രം മികച്ചൊരു ചിത്രമെന്ന അഭിപ്രായം നേടുകയുണ്ടായി. സുഹാസിനി നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ അത് അർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് വിജയം മാത്രം കൈവരിക്കാനേ സമൂഹത്തിന് കഴിഞ്ഞുള്ളൂ. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 93 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലിറങ്ങിയ മാഫിയ. ബാംഗ്ലൂരിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ അണ്ടർവേൾഡ് ക്രൈം ആക്ഷൻ ചിത്രം സെപ്റ്റംബർ 30 ആയിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. സുരേഷ് ഗോപി, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ടീമിന്റെ ഏകലവ്യൻ എന്ന തകർപ്പൻ ഹിറ്റിന് ശേഷം ഇറങ്ങുന്ന ചിത്രമെന്ന രീതിയിൽ വമ്പൻ ഹൈപ്പിലായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ റിലീസിംഗ് സെന്ററുകളൊക്കെയും വമ്പൻ ഇനീഷ്യലായിരുന്നു ഈ ചിത്രം നേടിയിരുന്നത്. ജൂബിലന്റ് ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം എന്നാൽ ആദ്യത്തെ 2 ആഴ്ചയ്ക്ക് ശേഷം കളക്ഷനിൽ പിറകെ പോയി. എന്നിരുന്നാലും ഓവറോൾ കളക്ഷൻ നോക്കുമ്പോൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഈ ചിത്രം സുരേഷ് ഗോപിക്കും കരിയറിൽ നേട്ടമായി. കന്നഡ നടൻ പ്രഭാകർ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ബാബു ആന്റണി, വിക്രം, MG സോമൻ, പ്രതാപചന്ദ്രൻ, ഗണേഷ് കുമാർ, വിജയരാഘവൻ, ഗീത, രഞ്ജിത, ജനാർദ്ദനൻ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാജാമണിയായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 93 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 22 തിയേറ്ററുകളിലെത്തിയ യാദവം. നന്ദന ഫിലിംസിന്റെ ബാനറിൽ ജോമോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. സുരേഷ് ഗോപിയുടെ അക്കാലത്തെ ആക്ഷൻ ഇമേജിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം മികച്ച ഇനീഷ്യൽ നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ വേണ്ട രീതിയിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞില്ല. ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചത് രഞ്ജിത്ത് ആയിരുന്നു. സുരേഷ് ഗോപിയെ കൂടാതെ നരേന്ദ്രപ്രസാദ്, ഗണേഷ് കുമാർ, ദേവൻ, മധു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിൽ ഖുശ്ബു ആയിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാതെ പോയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രഘുകുമാർ ആയിരുന്നു. 93 സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഇത് മഞ്ഞുകാലം. സുരേഷ് ഗോപി നായകവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മനോജ് K. ജയനും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. തുളസീദാസിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ ഉർവശി ഡബിൾ റോളിൽ നായികാവേഷം കൈകാര്യം ചെയ്തിരുന്നു. തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയ ഇത് മഞ്ഞുകാലം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര രീതിയിൽ ചലനം സൃഷ്ടിച്ചില്ല. ജഗതി ശ്രീകുമാർ, സൈനുദ്ദീൻ, ഇന്ദ്രൻസ്, കരമന, പറവൂർ ഭരതൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം രാജൻ കിരിയത്തും വിനു കിരിയത്തും ചേർന്നായിരുന്നു നിർവഹിച്ചിരുന്നത്. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്.
93-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു നവംബർ 27-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ആചാര്യൻ. സുരേഷ് ഗോപി ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലെത്തിയ ഈ ചിത്രം അശോകനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ, വിനീത്, MG സോമൻ കൂടാതെ നിരവധി ശ്രീലങ്കൻ താരങ്ങളും അണിനിരുന്ന ഈ ചിത്രം കോമഡി, ഫാമിലി, ആക്ഷൻ, എൻ്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. തിലകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ പോയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. മാധവ് മൂവീസ് നിർമ്മിച്ച ഈ ചിത്രം സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഇമേജിന്റെ പിൻബലത്തിലായിരുന്നു അക്കാലത്ത് മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. B. ജയചന്ദ്രൻ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഔസേ ബച്ചനായിരുന്നു നിർവഹിച്ചിരുന്നത്. 93-ൽ സുരേഷ് ഗോപി അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു ഫാസിൽ, മോഹൻലാൽ, സുരേഷ് ഗോപി ടീമിൻ്റെ മണിച്ചിത്രത്താഴ്. മലയാള സിനിമയിൽ തന്നെ വളരെ വിരളമായി ലഭിക്കുന്ന ഇൻഡസ്ട്രി ഹിറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമാണ് മണിച്ചിത്രത്താഴ്. ശോഭനയ്ക്ക് 93-ലെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രം സാമ്പത്തികമായും കലാപരമായും വളരെ മികച്ചു നിന്ന മലയാള ചിത്രമായിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന പേര് നേടിയ ഈ ചിത്രം സ്വർഗചിത്രയായിരുന്നു നിർമ്മിച്ചത്. 1993 ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് മധുമുട്ടമായിരുന്നു. മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി, സുരേഷ് ഗോപിയുടെ നകുലൻ, ശോഭനയുടെ ഗംഗ എന്നീ കഥാപാത്രങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. MG രാധാകൃഷ്ണനായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 93-ൽ റിലീസ് ചെയ്ത 13 ചിത്രങ്ങളിൽ 6 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചപ്പോൾ ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. 6 ചിത്രങ്ങൾ പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ 93-ലെ സുരേഷ് ഗോപിയുടെ സക്സസ് റേഷ്യോ 50% ആണ്. ഇതിൽ മണിച്ചിത്രത്താഴ് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയപ്പോൾ ഏകലവ്യൻ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസും സ്ഥലത്തെ പ്രധാന പയ്യൻ സൂപ്പർ സ്റ്റാറ്റസും നേടി. ധ്രുവം, മാഫിയ, ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ സമൂഹം ആവറേജ് വിജയം കൈവരിച്ചു. ഇത്രയുമാണ് 1993-ൽ സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.